നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. +2 പൊളിറ്റിക്കൽ സയൻസ് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കുമാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മൾ പറയാൻ പോകുന്നത് +2 പബ്ലിക് എക്സാമിന് പൊളിറ്റിക്കൽ സയൻസിൻ്റെ പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട എസ്സേ ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾ ഏത് ചാപ്റ്ററിൽ നിന്നാണ് എന്നാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ 6 എസ്സേ ചോദ്യങ്ങളാണ് പറയുന്നത്. ഇതിൽ 4 എസ്സേ ചോദ്യങ്ങൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് 3 ചോദ്യങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. നമ്മൾ പറയുന്ന ചോദ്യങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുകയുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് നമ്മൾ 6 ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് 6 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 6 ചാപ്റ്റേഴ്സ് എന്ന് നോക്കാം. ചാപ്റ്റർ 1, ചാപ്റ്റർ 4, ചാപ്റ്റർ 6, ചാപ്റ്റർ 11, ചാപ്റ്റർ 13, ചാപ്റ്റർ 18. ഓക്കെ, അപ്പോൾ ഇത് കേട്ടതോടുകൂടി ഇനിയിപ്പോൾ ഇനി നിർത്താം, ചാപ്റ്ററൊക്കെ കിട്ടിയല്ലോ, ഇനി നിർത്താം എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഇവിടെ നിർത്തിവെച്ച് മടങ്ങിപ്പോവരുത്. മുഴുവനായിട്ടും കേൾക്കണം, കാണണം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ നമുക്കറിയാം. ചാപ്റ്റർ ഞാൻ തുടർച്ചയായിട്ടാണ് പറഞ്ഞത്. 2 വോള്യങ്ങളായിട്ട്, അതായത് 2 ബുക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ നമ്മൾ ചാപ്റ്റർ മുഴുവനായിട്ട് ഞാൻ പറഞ്ഞു. 1 മുതൽ 18 വരെയുള്ള ചാപ്റ്റേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് 1, 4, 6, 11, 13, 18 ചാപ്റ്റേഴ്സാണ് എസ്സേ വരാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ നോക്കാം. രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികൾ എന്നുള്ളതാണ് ഒന്നാമത്തെ ചാപ്റ്റർ. ഇതിൽ നമുക്ക് എസ്സേ വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് വിഭജന പ്രക്രിയയുമായി ബന്ധപ്പെട്ടതാണ്. വിഭജന പ്രക്രിയ നേരിട്ട പ്രതിസന്ധികൾ എന്തെല്ലാമാണ്, എന്താണ് വിഭജന പ്രക്രിയ എന്ന് ചോദിക്കാം. വിഭജന പ്രക്രിയ നേരിട്ട പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. അതുപോലെ വിഭജനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കാതെ പഠിക്കണം. ഒന്നാമത്തെ ചാപ്റ്റർ രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികൾ, അതിൽ നിന്ന് വിഭജന പ്രക്രിയ നേരിടുന്ന പ്രതിസന്ധികൾ എന്താണെന്നും വിഭജനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താണെന്നും എന്താണ് വിഭജന പ്രക്രിയ എന്നും കൃത്യമായിട്ട് പഠിക്കണം. അടയാളപ്പെടുത്തി വെച്ചോളൂ. ഓക്കെ, ഇനി 4ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുന്നു. 4ാമത്തെ ചാപ്റ്റർ ഏതാണ്? ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾ. ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾ. ഇതിൽ നമ്മൾ പറയാൻ പോകുന്ന ചോദ്യം കുറച്ച് ലെങ്തി ഉള്ളതാണ്. പക്ഷേ ഇത് ഇവിടെ എസ്സേ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്കിനോ 5 മാർക്കിനോ ഒക്കെ ചോദിക്കാവുന്ന ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾ എന്നുള്ളതിൽ ഏതൊക്കെ രാജ്യങ്ങളുമായിട്ടാണ് നമ്മൾ വിദേശ ബന്ധം ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്കറിയാലോ. പാകിസ്ഥാനുമായിട്ടുള്ള വിദേശ ബന്ധമുണ്ട്, ടിബറ്റനുമായിട്ടുള്ള ബന്ധമുണ്ട്, ചൈനയുമായിട്ടുണ്ട്, ബംഗ്ലാദേശുമായി ബന്ധമുണ്ട്. അപ്പോൾ ഇത്തരം ബന്ധങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നതെന്ന് അറിയാം അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്ന എസ്സേ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ ചൈനയുമായുള്ള സംഘർഷം അല്ലെങ്കിൽ യുദ്ധം, അതുപോലെ തന്നെ ടിബറ്റൻ പ്രശ്നങ്ങൾ, അതുപോലെ അത് നമുക്ക് ചൈന എന്നുള്ളതിൽ പറയാം, ടിബറ്റൻ പ്രശ്നമൊക്കെ അങ്ങനെ പറയാം, അതിർത്തി തർക്കമൊക്കെ അവിടെ പറയാം. അതുപോലെ ഇന്ത്യ ചൈന യുദ്ധം 1962 യുദ്ധം, അതുപോലെ പിന്നെ അതിൻ്റെ അനന്തര ഫലങ്ങൾ, പിന്നെ പാകിസ്ഥാനുമായുള്ള യുദ്ധവും സമാധാനവും 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായത്, അതുപോലെ 1971 ബംഗ്ലാദേശുമായിട്ടുണ്ടായിട്ടുള്ള ഇന്ത്യയുടെ യുദ്ധം, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു എസ്സേ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അതായത് ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾ എന്നുള്ളതിൽ വിദേശ നയത്തിൻ്റെ പ്രധാനപ്പെട്ട പിന്നെ ആ ഒരു വീഴ്ച, അതാണ് നമ്മളിവിടെ പറയുന്നത്. ഇന്ത്യ ചൈനയുമായുള്ള ബന്ധം, അതുപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാനുമായുള്ള ബന്ധം, ഇന്ത്യ ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധം. അപ്പോൾ ചാപ്റ്റർ 4 നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഈ 3 കാര്യങ്ങളാണ്. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി 6ാമത്തെ ചാപ്റ്റർ നോക്കാം. 6ാമത്തെ ചാപ്റ്റർ ജനാധിപത്യ ക്രമത്തിൻ്റെ പ്രതിസന്ധി എന്നുള്ളതാണ്. ജനാധിപത്യ ക്രമത്തിൻ്റെ പ്രതിസന്ധിയിൽ നമ്മളവിടെ പിന്നെ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. 1975 ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുണ്ടായിട്ടുള്ള പശ്ചാത്തലം അല്ലെങ്കിൽ കാരണങ്ങൾ എന്തെല്ലാമാണ്, അങ്ങനെ ഒരു എസ്സേ ചോദിക്കാം. ഓക്കെ, ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുണ്ടായ കാരണങ്ങൾ അല്ലെങ്കിൽ പശ്ചാത്തലം എന്തെല്ലാം എന്ന് ചോദിക്കാം.
അതുപോലെ തന്നെ അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണ്. അപ്പോൾ അടിയന്തരാവസ്ഥ ഉണ്ടാവാനുള്ള കാരണങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ പ്രത്യാഘാതങ്ങളും രണ്ടും കൂടെ ഒരുമിച്ച് പഠിച്ചോ. അതിനിപ്പോൾ എസ്സേ അല്ലെങ്കിൽ നമുക്ക് എന്തായിട്ട് വരും, 4 മാർക്ക് 5 മാർക്കിനൊക്കെ ചോദിക്കാം. ഓക്കെ, എന്തായാലും ഞാൻ അത് ഇമ്പോർട്ടൻ്റ് കാണുന്നുണ്ട്. എസ്സേ ആയിട്ട് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു ചോദ്യമാണ്. ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുണ്ടായ കാരണം അല്ലെങ്കിൽ പശ്ചാത്തലം, അതുപോലെ തന്നെ അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാം. ചാപ്റ്റർ 6 ജനാധിപത്യ ക്രമത്തിൻ്റെ പ്രതിസന്ധി എന്നാണ് ആ ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, ഇനി നമുക്ക് നേരെ പോകാനുള്ളത് 11ാമത്തെ ചാപ്റ്ററിലാണ് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് മറിച്ച് നോക്കുക. 11ാമത്തെ ചോദ്യം, ദ എൻഡ് ഓഫ് ബൈപോളാരിറ്റി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് അല്ലേ. ദ്വിധ്രുവക്രമത്തിൻ്റെ അന്ത്യം അല്ലേ, വായിക്കാൻ പോലും കിട്ടാത്തൊരു മലയാളമാണ്. ദ്വിധ്രുവക്രമത്തിൻ്റെ അന്ത്യം എന്നാണ് ആ ചാപ്റ്ററിൻ്റെ പേര്. അതുകൊണ്ട് തന്നെയാണ് അവിടെ പ്രത്യേകിച്ച് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷ് ദ എൻഡ് ഓഫ് ബയോപോളാരിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട്. ആ ചാപ്റ്ററിൽ നമുക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് സോവിയറ്റ് യൂണിയൻ്റെ ശിഥിലീകരണത്തിനുള്ള കാരണങ്ങൾ. സോവിയറ്റ് യൂണിയൻ നശിക്കുന്നതിനുണ്ടായിട്ടുള്ള കാരണങ്ങൾ എന്താണ്. സോവിയറ്റ് യൂണിയൻ എന്ന് പറയുമ്പോൾ USSR ആണല്ലോ. അതിൻ്റെ പ്രത്യാഘാതങ്ങളും പഠിക്കുക. അപ്പോൾ സോവിയറ്റ് യൂണിയൻ നശിക്കാനുള്ള അല്ലെങ്കിൽ ശിഥിലീകരണം എന്ന് പറഞ്ഞാൽ അത് തകരാനുള്ള കാരണങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം രാഷ്ട്രീയ കാരണങ്ങളുണ്ട്, സാമ്പത്തിക കാരണങ്ങളുണ്ട്, അതുപോലെ തന്നെ ദേശീയതയുടെ വളർച്ചയുണ്ട്, പിന്നെ ഗോർബച്ചേവും പരിഷ്കാരങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങളൊക്കെയാണ് അതിന് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ, സോവിയറ്റ് യൂണിയൻ്റെ ശിഥിലീകരണത്തിനുള്ള കാരണങ്ങൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും ചോദിക്കൂട്ടാ. അപ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങളും പഠിക്കുക. ഏത് സോവിയറ്റ് യൂണിയൻ്റെ ശിഥിലീകരണത്തിൻ്റെ ഫലമായിട്ടുണ്ടായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കണം. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ 11 ഓർമ്മയിൽ വെക്കേണ്ടത്. ദെൻ 13ാമത്തെ ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. 13ാമത്തെ ചാപ്റ്റർ നമുക്കറിയാം അധികാരത്തിൻ്റെ ബദൽ കേന്ദ്രങ്ങൾ എന്നാണ്. അധികാരത്തിൻ്റെ ബദൽ കേന്ദ്രങ്ങളിൽ ഇവിടെ ചൈനയുടെ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ വളർച്ചയെക്കുറിച്ച് വിവരിക്കാനാണ്. ഓക്കെ, ചൈനയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ്, അല്ലെങ്കിൽ ചൈനയുടെ സാമ്പത്തിക മേഖലയിൽ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെക്കുറിച്ച് വിവരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യം അവിടെ കാണാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതോടൊപ്പം തന്നെ ഇന്ത്യ ചൈന ബന്ധവും ചിലപ്പോൾ അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് ശേഷമുള്ളതാണ് ഈ ഒരു ബദൽ കേന്ദ്രങ്ങൾ, അധികാരത്തിൻ്റെ ബദൽ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. അധികാരത്തിൻ്റെ ബദൽ കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ചൈനീസ് സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെക്കുറിച്ച് വിവരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. 18ാമത്തെ ഒരു ചാപ്റ്റർ ഉണ്ട്. ഏതാണ് ആ 18ാമത്തെ ചാപ്റ്റർ? 18ാമത്തെ ചാപ്റ്റർ ആഗോളവൽക്കരണമാണ്. ആഗോളവൽക്കരണത്തെക്കുറിച്ച് നമ്മൾ പല വിഷയങ്ങളിലും പഠിച്ചിട്ടുണ്ട് അല്ലേ. കഴിഞ്ഞ വർഷം എക്കണോമിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ആഗോളവൽക്കരണം. അപ്പോൾ ആഗോളവൽക്കരണത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യാഘാതങ്ങൾ എന്താണ്? രാഷ്ട്രീയ സാമ്പത്തിക പ്രത്യാഘാതങ്ങളാണ് നമുക്ക് വിവരിക്കാനുള്ളത് കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ എസ്സേ ആയിട്ട് വരാൻ സാധ്യതയുള്ളത് രാഷ്ട്രീയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ. ആഗോളവൽക്കരണത്തിൻ്റെ രാഷ്ട്രീയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണ് എന്ന് വിവരിക്കാം. അപ്പോൾ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എന്ന് പറഞ്ഞ് വിവരിക്കണം, സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എന്ന് പറഞ്ഞിട്ടും വിവരിക്കാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എസ്സേ ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഞാൻ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുന്നു. 1ാമത്തെ ചാപ്റ്റർ, 6ാമത്തെ ചാപ്റ്റർ, 11ാമത്തെ ചാപ്റ്റർ, 13ാമത്തെ ചാപ്റ്റർ. ഓക്കെ, നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.